അടുത്തതായി നമുക്ക് ആശാ സമരത്തിലോട്ട് ഒന്ന് പോകണം. കാരണം അവരുടെ സമരം തുടങ്ങിയിട്ട് ഇപ്പം 1 മാസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ആശാ വർക്കർമാരുടെ സമരം കൂടുതൽ ശക്തമാകുന്നു. നാളെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. സമരം 36 ദിവസം പിന്നിടുമ്പോഴും സർക്കാർ മൗനം തുടരുന്നു. മരണം വരെ സമരം ചെയ്യുമെന്നാണ് ഇപ്പോൾ ആശാ വർക്കർമാർ പറയുന്നത്. ഇപ്പം നമ്മളോടൊപ്പം ശാലിനി ചേരും, നമ്മുടെ പ്രതിനിധി. ശാലിനി, ആശാ വർക്കർമാരുടെ ഇപ്പോഴത്തെ പ്രതികരണം എങ്ങനെയാണ്? സമരം ഇപ്പോൾ 34-ാം ദിവസം പിന്നിടുകയാണ്. ഈ ഘട്ടത്തിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് സമരം വരും ദിവസങ്ങളിൽ ശക്തമാക്കാൻ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ആശാ വർക്കർമാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മാർച്ച് 17-ാം തീയതി തിങ്കളാഴ്ച നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധം അടക്കം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഈ ആശാ വർക്കർമാർ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 34 ദിവസമായി ഇവിടെ സമരം ചെയ്തിട്ടും അവരുടെ ഇൻസെന്റീവോ ഓണറേറിയമോ അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ തലത്തിൽ ഒരു കൃത്യമായ ധാരണയാവുകയോ ഒപ്പം തന്നെ ജോലി അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് വേണ്ട സഹായം നൽകാനുള്ള കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഇപ്പോൾ സമരസമിതിയുടെ ഒരു മെമ്പർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ 34 ദിവസത്തിലധികമായി ഇവിടെ ഈ സമരത്തിന്റെ ഭാഗമാണ് ഇവർ. ഇപ്പോൾ ഈ സമരം 34 ദിവസം പിന്നിടുന്നു. നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് കടക്കുന്നു. എന്താണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ കണ്ണു തുറക്കാത്തതിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇനി എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകും? സർക്കാർ ഇതുവരെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു തീരുമാനം തിരുത്തേണ്ടതാണ്. നമുക്കറിയാം 35 ദിവസമാകുകയാണ് ഇന്ന്. ഈ ആശാ വർക്കർമാർ സമരം ചെയ്യുമ്പോൾ അതിനെ അവഗണിച്ച് വിടുക എന്ന് പറയുന്നൊരു സമീപനമാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അത് ശരിയല്ല. അത് കാരണം കേവലം 230 കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മാന്യമായൊരു വേതനം ആശാ വർക്കർമാർക്ക് ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞങ്ങൾ അന്യായമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഈ LDF ഗവൺമെൻറ് അവരുടെ പ്രകടന പത്രികയിൽ വെച്ചിരുന്ന 700 രൂപ എന്നുള്ളൊരു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നൽകുമെന്ന് പറഞ്ഞിരുന്നൊരു വാഗ്ദാനമാണ്. അത് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് വളരെ ന്യായമാണ്. അതിനകത്ത് മറ്റൊരു കാര്യമില്ല. ഇനി വേതനം കൂട്ടാതെ ഈ ജോലി തുടരാൻ ആശാവർക്കർമാർക്ക് പറ്റില്ല. കാരണം വേതനമില്ലാതെ ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് സന്നദ്ധ പ്രവർത്തനമല്ല. അതുകൊണ്ടാണ് ഇന്നലെ ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ ജില്ലകളിലും ഉത്തരവിട്ടിരിക്കുന്നു. നാളെ ഉപരോധം നടക്കുന്ന ദിവസത്തെ അടിയന്തരമായി ജോലിക്ക് ഹാജരാകാൻ, ട്രെയിനിങ്ങിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഉത്തരവിട്ടിരിക്കുന്നു. അപ്പോൾ സന്നദ്ധ പ്രവർത്തകരാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിർബന്ധമായൊരു ഉത്തരവിടുന്നത്? അപ്പോൾ അത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് ഇതൊരു സന്നദ്ധ പ്രവർത്തനമല്ല. ഇത് ആരോഗ്യ വകുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു സ്ഥിര സ്വഭാവത്തിലുള്ളൊരു ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സ്ഥിര സ്വഭാവത്തിൽ ഇത്ര ദീർഘനാളായി ജോലി ചെയ്യുന്ന ആളുകളെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ ഒരു തീരുമാനം. 35 ദിവസം പിന്നിടുമ്പോഴും ഈ CPM-ന്റെ പല നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള അധിക്ഷേപം ഈ ഘട്ടത്തിലും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം CP-യുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് അതിനെയൊക്കെ നോക്കിക്കാണുന്നത്? ഈ ഒരു സമരം ഇത്ര ദിവസം പിന്നിടും അവർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം വളരെ മുതിർന്ന നേതാക്കളാണ് ഇത്തരം അധിക്ഷേപങ്ങളും വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. ജനം വിലയിരുത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നാളെ എത്ര പേരെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? എന്താണ് നാളത്തെ ഒരു സമരം? നാളെ ഉപരോധമാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുകയാണ്. ഒരുപക്ഷെ വനിതകൾ ആദ്യമായിട്ടായിരിക്കും ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് കടക്കുന്നത്. കാര്യമായൊരു പങ്കാളിത്തം എല്ലാ ജില്ലകളിൽ നിന്നുണ്ടാവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജില്ലകളിലും അടിയന്തര ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിയോടുകൂടി ഒരു ഉത്തരവ് പോയിരിക്കുകയാണ്. അതിനൊക്കെ മറികടന്നുണ്ട്. കാരണം ഒരിക്കൽ പോലും ആശാവർക്കർക്ക് വേതനം കിട്ടാതിരിക്കുമ്പോൾ ഈ പറയുന്ന ഒരു ഉദ്യോഗസ്ഥരും വന്ന് അല്ലെങ്കിൽ ഒരു തരത്തിലും വന്ന് 1 രൂപ പോലും ഒരു സഹായിച്ചിട്ടില്ല. എന്നിട്ട് കോവിഡ് കാലത്ത് പോലും 4 മാസം 3 മാസം പിന്നിട്ടിട്ടാണ് വേതനം കിട്ടിയത്. കുടിശ്ശികയാക്കിയാണ് കിട്ടിയത്. ആ സമയത്ത് പോലും നിങ്ങളൊരു 5 രൂപ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് ഇവരാരും നൽകിയിട്ടില്ല. ഒരു ഗവൺമെൻറ് നൽകിയിട്ടില്ല, ഒരു പഞ്ചായത്ത് നൽകിയിട്ടില്ല. അപ്പോൾ പിന്നെ അവർ സമരം ചെയ്ത് വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തിനാണ് അതിനെ തുരങ്കം വയ്ക്കാൻ ഈ ഇത്രയും സംവിധാനങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിറങ്ങി ഈ പാവപ്പെട്ട ആശാവർക്കർമാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. പക്ഷെ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആശാവർക്കർമാർ വരും. ലക്ഷ്യം കാണാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ലക്ഷ്യം അത് വളരെ ക്ലിയറാണ്. കാരണം വേറെന്താ മാർഗമുള്ളത്? ഒരു മാർഗവുമില്ല. അതുകൊണ്ട് അത് നേടിയെടുത്തിട്ടേ ഈ സമരം അവസാനിക്കുകയുള്ളൂ. ആശാവർക്കർമാർ പറഞ്ഞതുപോലെ തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ അത് അംഗീകരിക്കും വരെ സമരം തുടരുമെന്നുള്ളതാണ്. ചർച്ചയ്ക്ക് സർക്കാർ ഈ ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പല സെക്രട്ടേറിയറ്റ് ഉപരോധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും സ്ത്രീകൾ മുഴുവനുമായും ഒരു സമരം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ത്രീകൾ മാത്രമായി സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടങ്ങൾ ഉൾപ്പെടെ കന്റോൺമെന്റ് ഗേറ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഉപരോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താൻ പോവുകയാണ്. എന്നാലും അവിടെയെങ്കിലും
ഒരു നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ആശാവർക്കർമാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 34 ദിവസം, അതിന് 35-ാം ദിവസമാണ്. അങ്ങനെ 35-ാം ദിവസത്തേക്ക് അവരുടെ സമരം കടക്കുമ്പോഴും ഒരു രീതിയിലുള്ള നടപടികളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് സമര പൊങ്കാല ഇവർ ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അതിനു മുൻപ് വിവിധ മേഖലകളിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കമുള്ള വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മഹിളാ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അന്നൊന്നും ഒരു രീതിയിലുമുള്ള ചർച്ചയ്ക്ക് സർക്കാർ തലത്തിൽ നിന്ന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവർ ആവശ്യപ്പെടുന്നത് തുച്ഛമായ ചില ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ ആരോപണങ്ങളെയും ഒപ്പം തന്നെ സ്ത്രീകളായിട്ടുള്ള സമരക്കാരെ അധിക്ഷേപിക്കുന്ന CPMന്റെ നിലപാട് അവർക്ക് എന്തു പറ്റി എന്നുള്ളൊരു ചോദ്യമാണ് ഫെഡറേഷന്റെ ആൾക്കാർ ചോദിക്കുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു സമരം ഒരു ഭാഗത്ത് തുടരുമ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന നിലപാട് മറുവശത്ത് സ്വീകരിക്കുക, ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടും കേന്ദ്രത്തിനെ പഴിചാരിക്കൊണ്ടും രക്ഷപ്പെടാനുള്ള CPMന്റെ മുതിർന്ന നേതാക്കളുടെ ശ്രമവും നമ്മൾ കണ്ടതാണ്. എന്നാലും അതിനെയൊക്കെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും സമരം മുന്നോട്ട് പോവുക. ഒരു പക്ഷേ നാളെ ഇവിടെ വലിയൊരു സംഗമമായി ഒരു ഉപരോധ സമരം നടക്കുമ്പോൾ അതിനെ അടിച്ചമർത്താൻ പോലീസിനെ ഉപയോഗിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതടക്കമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാളെ ഒരു വലിയ സംഗമം ഇവിടെ നടത്തുന്നത്, ഉപരോധം സംഘടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരിശീലന പരിപാടി എന്ന ഉത്തരവ്, ആ ഉത്തരവിനെ മറികടന്നുകൊണ്ട് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാതെ വിവിധ ജില്ലകളിൽ നിന്ന് ഏകദേശം 20,000-ത്തിലധികം വരുന്ന ആശാവർക്കർമാർ നാളത്തെ ഈ ഉപരോധത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഈ ആശാവർക്കർമാരുടെ സംഘടന ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി, അവരുടെ അവസ്ഥ വളരെ ദയനീയം തന്നെയാണല്ലേ രോഹിണി? ഇത്ര ദിവസമായി അവർ സമരം തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ടും സംസ്ഥാന സർക്കാർ ഒരു തരത്തിലുള്ള നടപടി എടുക്കാത്തതും അത് മാത്രമല്ല നേതാക്കൾ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധമാണ്, അതും പൊളിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവർ മുന്നോട്ട് തന്നെ പോകും, സമരം മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകും, ഇതിനൊരു അവസാനം കണ്ടേ പിറകിലേക്കുള്ളൂ എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത്.